അല്ലെങ്കിൽ സ്കൂട്ടറുകൾ, അൾട്രാ വയലറ്റ് പോലുള്ള വണ്ടികളൊക്കെ പവർഫുള്ളായിട്ട് വരുന്നു എന്നൊക്കെ കേട്ടാലും ഒരു സ്കൂട്ടറിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത് അതെപ്പോഴും എക്കണോമിക്കലായിട്ട് കൊണ്ടു നടക്കുക എന്നുള്ളത് തന്നെയാണല്ലോ. കേരളത്തിൽ പലവിധം ഇലക്ട്രിക് സ്കൂട്ടറുകൾ കിട്ടാനുണ്ട്. ചില വണ്ടികളുടെയൊക്കെ പേര് കേൾക്കുമ്പോഴാണ് ഇത് ഏതാണ് കമ്പനി എന്നുള്ളതും ഇത് ഏതാണ് സ്കൂട്ടർ എന്നുള്ളതും നമ്മൾ ആലോചിക്കാം. അതായത് അങ്ങനൊരു പേര് മുന്നേ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ TVSൻ്റെ ഈ ഒരു iQube ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വണ്ടി വരുന്നത് TVS നിന്നാണ് എന്നുള്ളത് തന്നെയാണ്. അതായത് TVS നിന്നാണ് എന്ന് പറയുമ്പോഴേ TVSൻ്റെ ഇലക്ട്രിക് സ്കൂട്ടർ എന്നാണ് iQube എന്ന പേരിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് മുമ്പിൽ ഇതറിയപ്പെടാൻ സാധ്യത കൂടുതൽ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ജനസമ്മതി കിട്ടാനായിട്ട് അധികം പ്രയാസം ഉണ്ടാവില്ല. കാരണം വണ്ടി നോക്കാൻ പോകുമ്പോൾ ഏത് വണ്ടിയാണ് TVSൻ്റെ വണ്ടി സിമ്പിളായിട്ട് പറയാമല്ലോ. മറ്റ് പല കമ്പനികൾക്കും അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ എയ്ത്തർ ആണെങ്കിലും അതുപോലുള്ള സ്കൂട്ടറുകളാണെങ്കിലും എല്ലാം തന്നെ ഒരു പരിചയപ്പെടുത്തലിൻ്റെ മുന്നിൽ വേണം തുടങ്ങാനായിട്ട്. ഇത് ഇന്ന കമ്പനിയാണ്, ഞങ്ങളിങ്ങനെ കമ്പനി തുടങ്ങി ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഇറക്കുന്നു എന്നുള്ളതാണ്. TVSന് അതിൻ്റെ ആവശ്യമില്ല. കാരണം TVSന് സ്കൂട്ടറുകളുണ്ടെന്ന് പറയുമ്പോൾ നല്ല സ്കൂട്ടറുകളാണ് അത്യാവശ്യം എല്ലാം തന്നെ. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾസ് പറയുമ്പോൾ വിഗോ മുതൽ ഇങ്ങോട്ട് പിടിച്ചോളൂ. ഇപ്പോൾ ഇറങ്ങുന്ന ജൂപ്പിറ്റർ ആണെങ്കിലും അതല്ലെങ്കിൽ എൻടോർക്കൊക്കെ ആണെങ്കിലും നല്ല സ്കൂട്ടറുകളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കണ്ട ഏറ്റവും വലിയ ബെനിഫിറ്റ് ഈ ഒരു iQube തീർത്തും ഒരു സ്കൂട്ടർ തന്നെയാണ്. ഒരു ഏലിയൻ ലുക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതായത് മറ്റ് പല ഇലക്ട്രിക് സ്കൂട്ടറുകളാണെന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. എന്നാൽ ഈ ഒരു സ്കൂട്ടറിന് ആ ഒരു കാര്യമില്ല. ഇപ്പോൾ രൂപമാണെങ്കിലും മുന്നിൽ നോക്കി കഴിഞ്ഞാൽ സാധാരണ ഒരു ഐസ് സ്കൂട്ടർ, അതായത് ഒരു CVT സ്കൂട്ടർ അതുപോലെ തോന്നുള്ളൂ. LED ഹെഡ് ലാമ്പ്സും അല്ലെങ്കിൽ ERലും അതല്ല ടെയിൽ ലാമ്പുകളും ഇൻഡിക്കേറ്ററുകളും എല്ലാം തന്നെ ഈ ഒരു സ്കൂട്ടറിൻ്റെ ചായയാണ് കൊടുക്കുന്നത്, ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ അല്ല. ഇനി ഒരു ഇത്തിരി മിററൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു റെട്രോ ഫീലും ഉണ്ട്. കാരണം ഒരു സ്ക്വയറിഷാണ് മിറർ എന്ന് പറയുന്നത്. ഈ സ്കോർപ്പിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണേ, പഴയ സ്കോർപ്പിയോ. സൈഡിലാണെങ്കിലും ആ ഒരു ബോഡിയൊക്കെ തന്നെ ഫിനിഷ് ചെയ്തിരിക്കുന്നത് ശരിക്കും സ്കൂട്ടറിൻ്റെ പോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ എയ്ത്തറായിട്ടൊരു ചെറിയൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു രൂപം പിന്നെ നോക്കുമ്പോൾ നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. എന്നാൽ ഇത് അത്ര ഒരു കാലികമാണോ എന്നല്ല ഞാൻ പറയുന്നത്, അത്രയ്ക്കും ഒരു ന്യൂട്രലാണ് ലുക്കാണ്. ന്യൂട്രൽ ലുക്ക് എന്ന് പറയുമ്പോൾ അതിന് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ദോഷങ്ങളെന്ന് പറയുന്നത് ആ ഒരു വണ്ടി അത്ര അഡ്വാൻസ്ഡ് ആണോ എന്നുള്ളത് ആളുകൾക്ക് സംശയം ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ആളുകളിൽ ഒരു അപരിചിതത്വം ഉണ്ടാവില്ല. സ്കൂട്ടർ കാണുമ്പോൾ തന്നെ ഈ സ്കൂട്ടർ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ഫീലാണ് ഉണ്ടാവുക. വലിയ ടയറുകളല്ല, 12 ഇഞ്ച് ടയറുകൾ തന്നെയാണ്. വീൽസ് ഉണ്ട്. കൂടാതെ ഫ്രണ്ടിൽ ഡിസ്ക്കാണ്, കോമ്പി ബ്രേക്ക് ഉണ്ട്. ഈ അലുമിനിയം ആ ഒരു ലിവറൊക്കെ തന്നെ അത്യാവശ്യം ക്ലാസ്സിയാണ്. മിറർ സ്ക്വയർ ആണെങ്കിലും കാഴ്ച തരുന്ന മിററാണ്. അതുപോലെ മീറ്റർ കൺസോൾ 7 ഇഞ്ച് TFT സ്ക്രീനിൽ മൊബൈൽ ആപ്പ് കണക്ട് ചെയ്ത് അലക്സ കണക്ടിവിറ്റി മുതൽ അങ്ങോട്ട് എല്ലാം ഉള്ളൊരു സ്ക്രീനാണ്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കോളും അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു മെസ്സേജിൻ്റെയും ആ ബ്ലൂടൂത്തിൻ്റെ ഒക്കെ തന്നെ സിമ്പിൾസ് അവിടെ കാണാമെന്നുള്ളതാണ്. ഈക്കോ പവർ മോഡുകളിൽ പവർ മോഡിൽ നമുക്ക് ഈ വണ്ടി ഏകദേശം 72 കിലോമീറ്ററോളമാണ് കമ്പനി പറയുന്ന സ്പീഡ്. അത് ഈ ഒരു പർട്ടിക്കുലർ മോഡലിൻ്റെ കാര്യമാണ്. അങ്ങനെ പറയുമ്പോൾ ഈ വണ്ടിക്ക് 3 വേരിയൻറ്റുകളുണ്ട് എന്നുള്ളതാണ്. ഞാൻ വീണ്ടും ഈക്വലാക്കട്ടെ. 3 വേരിയൻറ്റുകൾ എന്ന് പറയുന്നത് iQube നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്താണ്. ചാനലിലെ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുക്കാം. iQube S ഈ ഒരെണ്ണം, കൂടാതെ iQube ST, അതായത് 140 കിലോമീറ്ററോളം റേഞ്ചുള്ള 82 കിലോമീറ്ററോളം ടോപ്പ് സ്പീഡുള്ള കൂടിയ ബാറ്ററി ബാക്കപ്പുള്ള ആ ഒരു വണ്ടി. ഈ വണ്ടിയുടെ പവർ എന്ന് പറയുന്നത് 4.4 കിലോ വാട്ടാണ്. 4.4 കിലോ വാട്ടാണ് ഇതിൻ്റെ ആ ഒരു മോട്ടറിൻ്റെ പവർ. ആ ഒരു പവർ അത്യാവശ്യം യൂസബിളാണ് എന്നുള്ളത് തന്നെ പറയാം. അതായത് ഓടിക്കാനായിട്ട് ആ ഒരു പവർ മതി. നമുക്ക് സിറ്റി യൂസിനൊക്കെ ധാരാളമാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈക്കോ മോഡൽ. പവറിൻ്റെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് റേഞ്ചിൻ്റെ കാര്യം കൂടി പറയേണ്ടി വരും. കാരണം റേഞ്ചാണല്ലോ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ ആ ഒരു കാര്യമായിട്ട് പറയാം. ഇപ്പോൾ കാറുകളിൽ നമ്മൾ ലക്ഷറി കാറുകളും പവർഫുള്ളായിട്ടുള്ള കാറുകളൊക്കെ കണ്ടു. ബൈക്കുകളിലും അല്ലെങ്കിൽ സ്കൂട്ടറുകൾ, അൾട്രാ വയലറ്റ് പോലുള്ള വണ്ടികളൊക്കെ പവർഫുള്ളായിട്ട് വരുന്നു എന്നൊക്കെ കേട്ടാലും ഒരു സ്കൂട്ടറിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത് അതെപ്പോഴും എക്കണോമിക്കലായിട്ട് കൊണ്ടു നടക്കുക എന്നുള്ളത് തന്നെയാണല്ലോ. ഈ ഒരു വണ്ടിക്ക് 100 കിലോമീറ്ററാണ് കമ്പനി പറയുന്ന ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. അത് എക്കണോമി മോഡലാണ്. പവർ മോഡിൽ അത് ഏകദേശം 80 കിലോമീറ്ററായിട്ട് കുറയും. ഞാനിപ്പോൾ ഈ ഒരു വണ്ടി ഓടിക്കുന്നത് എക്കണോമി മോഡലാണ്. എനിക്കിത് 65 കിലോമീറ്റർ ഡിസ്റ്റൻസ് ടു എംറ്റി കാണിക്കുന്നുണ്ട്. ഞാൻ മാറ്റിയിട്ട് ആ ഒരു പവർ മോഡാക്കിയപ്പോൾ നേരെ 46 കിലോമീറ്ററായിട്ട് കുറഞ്ഞു എന്നുള്ളതാണ്. 46ഉം 66ഉം തമ്മിൽ എത്ര 20 കിലോമീറ്റർ. അതെ, അപ്പോൾ അതാണ് എൻ്റെ കണക്കെന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊന്ന് കൈ കൊടുക്കണം. 72 കിലോമീറ്റർ ടോപ്പ് സ്പീഡ് പറയുന്നുണ്ട് പവർ മോഡിൽ. ഞാനൊന്ന് കൈ കൊടുക്കുക വെറുതെ.
സ്പീഡ് കൂടുതലുണ്ട് ഈ ഒരു എസ് മോഡലിന്. എനിക്ക് തോന്നുന്നു ഏകദേശം 80 കിലോമീറ്റർ വരെ സ്പീഡ് എടുക്കാൻ തക്കവണ്ണം പര്യാപ്തമാണ് ഈ വണ്ടി. അപ്പോൾ quite a few kilometers gone in terms of റേഞ്ചിൽ അങ്ങനെ പോയിട്ടുണ്ട്, അത് സാരമില്ല. ഇനി നമ്മൾ സാധാരണ iQube ഓടിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമെന്ന് പറയുന്നത് ആ iQubeൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഞാൻ പറഞ്ഞില്ല എന്നുള്ളതാണ്. അതായത് ഈ വണ്ടിക്ക് ഹബ്ബ് മോട്ടറാണ് വരുന്നത്. ഹബ്ബ് മോട്ടർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എയ്ത്തർ ഒരു എക്സാമ്പിളായിട്ട് എയ്ത്തർ എടുത്താൽ അല്ലെങ്കിൽ മറ്റു വണ്ടികൾ എടുത്താൽ നമ്മൾ സൈക്കിൾ ചവിട്ടുന്ന ഒരു കണക്ക് പറഞ്ഞാൽ പെഡൽ ചവിട്ടി ചെയിനിലൂടെ പവർ എടുത്ത് വീലിലേക്ക് എത്തുന്നതിന് പകരം ഡയറക്റ്റ് വീലിൽ തന്നെ നമ്മൾ ആ ഒരു പെഡൽ വെച്ച് ചവിട്ടുക എന്ന് പറയില്ലേ, അതുപോലുള്ളൊരു സിസ്റ്റമായിട്ട് കണ്ടാൽ മതി. അങ്ങനെ കാണുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമെന്ന് പറയുന്നത് ഇത് 2-3 ഗുണങ്ങളുണ്ട്. ഗുണമെന്ന് പറയുമ്പോൾ ഒന്നെന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റസ് ആയിട്ടുള്ള ഒരു പവർ ഡെലിവറിയാണ്, കൂടാതെ ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ദോഷമെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഒരു എൻജിൻ അല്ലെങ്കിൽ മോട്ടറൊക്കെ ഇരിക്കുന്നത് ചേസിസിലാണെങ്കിൽ ഒരു ചാട്ടം അങ്ങ് ചാടിയാലോ അതല്ല കാര്യമായിട്ട് ബമ്പ് എടുത്ത് പോയാലൊന്നും ആ ഒരു മോട്ടറിലേക്ക് ആഘാതം വരില്ലല്ലോ. ഇതും ആഘാതമൊന്നും വരാതിരിക്കാൻ തക്കവണ്ണം കേമമായിരിക്കും ഈ വീലിലെ ആ ഒരു മോട്ടറും. എന്നാലും ഞാൻ പറയുന്നത് വെള്ളത്തിലൂടെ ഓടിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നമുക്ക് ടെൻഷനില്ലാണ്ട് ഓടിക്കാനായിട്ട് ആ ഒരു ബെൽറ്റ് ഡ്രൈവോ അല്ലെങ്കിൽ ചെയിൻ ഡ്രൈവോ ആയിട്ടുള്ള വണ്ടികൾക്ക് പറ്റും. ഈ ഒരു വണ്ടിക്ക് അതൊരു ഇത്തിരി സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ആ ഒരു വാക്ക് ഒന്ന് ഊന്നി പറയാണ് തോന്നുന്നു. അപ്പോൾ നമ്മൾ കണ്ട ആ ഒരു iQube iQube തമ്മിലുള്ള വ്യത്യാസം ഈ ഒരു സ്ക്രീനിലെ ആണെങ്കിൽ അടുത്ത ഒരു മോഡലായിട്ടുള്ള ST എന്ന് പറയുന്ന 140 കിലോമീറ്ററും 100 കിലോമീറ്ററും റേഞ്ചാണ്. 140 എന്ന് പറയുന്നത് ഇക്കോ മോഡൽ, 140 ഇക്കോ മോഡൽ കിട്ടുമ്പോൾ 100 കിലോമീറ്റർ എന്ന് പറയുന്നത് ആ ഒരു നോർമൽ മോഡലുള്ള ആ ഒരു വണ്ടി എന്ന് പറയുന്നത് കുറച്ചുകൂടി എന്താ പറയുക പവർഫുള്ളായിട്ടുള്ള, കുറച്ചുകൂടി ആ ഒരു ബാറ്ററി പാക്ക്, പവർ എന്ന് പറയുമ്പോൾ സെയിം തന്നെയാണ്, പക്ഷേ ബാറ്ററി പാക്ക് കൂടുതലായിട്ടുള്ള കുറച്ചധികം റേഞ്ചുള്ള ഒരു വണ്ടിയായിട്ട് കാണാം. അതിന് സ്പീഡും വ്യത്യാസമുണ്ട് കേട്ടോ. അതായത് എനിക്ക് തോന്നുന്നു 72 ടോപ്പ് സ്പീഡ് പറയുന്ന ആ ഒരു വണ്ടി ഈ ഒരു വണ്ടിക്ക്, അതായത് iQubeനും iQube S വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു വണ്ടിക്ക് 72 പകരം 82 ടോപ്പ് സ്പീഡ്. കൈ കൊടുത്താൽ പറന്ന് കയറി പോകുന്നത് ആ ഒരു പവർ മോഡിലായതുകൊണ്ടാണ്. ഈക്കോ മോഡിൽ തീർത്തും സ്ലഗ്ഗിഷാണ് ഈ വണ്ടി. പക്ഷേ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പവർ മോഡാണ് കൂടുതൽ ചേരുക. ഇനി നമ്മൾ ആക്സിലേറ്റർ വിടുമ്പോൾ ആ ഒരു റീജിയൻ വർക്ക് ചെയ്ത് കാണാം. ആ റീജിയൻ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു റേഞ്ചൊക്കെ കിട്ടാനായിട്ട് സഹായിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ രൂപത്തെക്കുറിച്ച് ഞാൻ കാര്യമായിട്ട് ഊന്നി പറയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ iQube എന്ന് പറയുന്ന വണ്ടിയുടെ വീഡിയോ നമ്മൾ വിശദമായി തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല ഈ ഒരു വണ്ടിയുടെ സ്വിച്ച് കേസൊക്കെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്വിച്ച് കേസാണ്. ഇപ്പോൾ ഈ ഒരു പാസ് ലൈറ്റ് നമ്മൾ കണ്ടിട്ടില്ല. കൂടാതെ ഇത് എന്ന് പറയുന്നത് സ്ക്രീൻ കൺട്രോൾ ചെയ്യാനാണ്. മൊബൈൽ ആപ്പിൽ കണക്ട് ചെയ്താൽ കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാം. എന്നാലും ഈ ഒരു സംഗതി കണ്ടോ. iQube ST ഓടിക്കുമ്പോൾ അതിനെക്കുറിച്ച് കാര്യമായി തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്നുള്ളതുകൊണ്ട് വെസ്റ്റിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുന്നില്ല. ഇത് iQube S ആണല്ലോ. ഇൻഡിക്കേറ്റർ ആ ഒരു സ്വിച്ചും അല്ലെങ്കിൽ ഈ ഒരു സ്വിച്ചുകളൊക്കെ തന്നെയും നമുക്ക് പരിചിതമാണ്. കാരണം TVSൻ്റെ പാർട്സ് പിന്നിലുള്ള സ്വിച്ചുകളൊക്കെ തന്നെയാണെന്നുള്ളതാണ്. ഒരു ഹുക്കുണ്ട് ബാഗെല്ലാം തൂക്കാനായിട്ട്. കൂടാതെ ആ ഒരു സീറ്റ് പൊക്കി കഴിഞ്ഞാൽ അത്യാവശ്യം സ്ഥലമുണ്ട്. മാത്രമല്ല അതിനകത്ത് ഒരു ചാർജിങ് സോക്കറ്റ് കൂടി കണ്ടു. ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ച് കൂടി ഈ ഒരു വണ്ടി ഞാൻ കണ്ടു എന്നുള്ളതാണ്. കൂടാതെ മോഡ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ തന്നെയാണ് ആ ഒരു സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു പോകാനോ അതല്ലാതെ ആ ഒരു ഈക്കോ അല്ലെങ്കിൽ പവർ മോഡുകൾ മാറ്റാനുമായിട്ട് സഹായിക്കാം. ഇത് റിവേഴ്സ് സപ്പോർട്ടോട് കൂടിയ പാർക്ക് അസിസ്റ്റാണ്. ഈ പാർക്ക് അസിസ്റ്റിൽ വണ്ടി മുന്നോട്ട് പോകും പിന്നോട്ട് പോകും. പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു സ്പീഡ് കുറവായിരിക്കും, പിന്നോട്ട് പോകുമ്പോൾ സ്പീഡ് കുറവായിരിക്കും എന്നുള്ളതാണ്. അതായത് ഏകദേശം 9 കിലോമീറ്റർ സ്പീഡിലാണ് നമുക്ക് മുന്നോട്ടും വണ്ടി ഓടിക്കാൻ പറ്റുക. ശരിക്കും ഒരു സ്കൂട്ടർ എന്ന നിലയ്ക്ക്, ഒരു സിറ്റി യൂസിന് പറ്റിയ വണ്ടി എന്ന നിലയ്ക്ക് ഇത് ക്യുക്കാട്ടോ. അതായത് എനിക്ക് തോന്നുന്നു ഈ ഒരു വണ്ടിയുടെ ഒരു മികവെന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു കൈകാര്യം ചെയ്യാനുള്ള എളുപ്പമാണ് എന്നുള്ളതാണ്. അതായത് തീർത്തും ഒരു സാധാരണ സ്കൂട്ടർ ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് ഓടിച്ചുകൊണ്ട് നടക്കാവുന്ന ഒരു സ്കൂട്ടറാണ് ഈ ഒരു iQube S, iQube അല്ലെങ്കിൽ iQube ST ഫോർ ദാറ്റ് മാറ്റർ. അപ്പോൾ നെഗറ്റീവായിട്ട് വേണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് തോന്നുന്നു. അതായത് ഈ ഒരു വണ്ടിയുടെ ബ്രേക്ക് നമ്മൾ ചെയ്യുമ്പോൾ ഒത്തിരി ഷാർപ്പായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കൂടാതെ മീഡിയ സ്ക്രീൻ അല്ലെങ്കിൽ ആ ഒരു മീറ്റർ കൺട്രോൾ സ്ക്രീൻ എന്ന് പറയുന്നത് തീർത്തും മൊബൈലിനോടാണ് യോജിപ്പിക്കേണ്ടത്. അതായത് മൊബൈലിൻ്റെ ആ ഒരു കണക്ടിവിറ്റി ഇല്ലെങ്കിൽ, ആ ഒരു ഡിപ്പെൻഡബിലിറ്റി ഇല്ലെങ്കിൽ അത് കാര്യമായിട്ടൊന്നും ചെയ്യില്ല. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ഡേ മോഡ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് ചെയ്യാൻ പോലും പറ്റില്ല എന്നുള്ളൊരു കാര്യമായിട്ട് പറയാം. ശരിക്കും ഈ 3 മോഡലുകളും തമ്മിൽ സ്പെസിഫിക്കേഷനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു റേഞ്ചിൻ്റെയും അല്ലെങ്കിൽ ആ ഒരു ഇത്തിരി പവർ വ്യത്യാസം മാറ്റി നിർത്തിയാൽ കളറുകളാണ് കൂടുതൽ. അതായത് ചില മോഡലിന് ചില കളറുകളുണ്ട്, ചില മോഡലിന് ചില കളറുകളെ ഉള്ളൂ, ആ കളർ ഈ മോഡലിനില്ല. അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട് ഈ ഒരു വണ്ടിയുടെ കാര്യത്തിൽ. അപ്പോൾ LED അതിപ്രസരമുണ്ട്, സ്കൂട്ടറിൻ്റെ ഷേപ്പാണ്, മാത്രമല്ല ഇലക്ട്രിക്കിൻ്റേതായിട്ടുള്ള ആ ഒരു ഗുണങ്ങളുമുണ്ട്. ഇപ്പം നിങ്ങൾ ഒരു വണ്ടി നോക്കുകയാണെന്ന് പറയുമ്പോൾ ഒരു സ്കൂട്ടർ നോക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടത് സിറ്റി യൂസിന് പറ്റിയ ഒരു സ്കൂട്ടറാണ്. പെട്രോൾ തന്നെ വേണമെന്നില്ല.
അതല്ലെങ്കിൽ ഇലക്ട്രിക്കിനോട് ഒരിത്തിരി ചായവുണ്ട്, എനിക്ക് അടുത്ത വണ്ടി വേണ്ടത് ഇലക്ട്രിക് ആണെന്നുള്ള ഒരു ബോധ്യമുണ്ട്, മോഹമുണ്ട്, അങ്ങനെയെങ്കിൽ ഈ ഒരു വണ്ടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ടി വി എസിൻ്റെ ഈ ഒരു iQube അത്യാവശ്യം നല്ല ഒരു സ്കൂട്ടറാണ്. നല്ല സ്കൂട്ടർ എന്ന് പറയുമ്പോൾ ഓടിക്കാൻ രസമുള്ള, എന്നാൽ അത്യാവശ്യം റേഞ്ചുള്ള, ചാർജ് ചെയ്യാൻ ഈസി ആയിട്ട് ചാർജ് ചെയ്യാവുന്ന. അങ്ങനെ പറയുമ്പോൾ ചാർജ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കട്ടെ. ഇതിന് ഫാസ്റ്റ് ചാർജറുകളുണ്ട്. അതുമാത്രമല്ല നമ്മൾ സാധാരണ 1.5 ആമ്പിൽ ചാർജ് ചെയ്യാം. ഞാൻ എൻ്റെ ഒരു സാധാരണ പ്ലഗിലാണ് ഈ ഒരു വണ്ടി ഫുൾ ചാർജ് ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ ടി വി എസ് iQube കുറിച്ച് ഇത്രയൊക്കെ പറയാനുള്ളൂ. നല്ല വണ്ടിയാണ്, നല്ല സ്കൂട്ടറാണ് iQube എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. പതിവ് പോലെ ഈ ഒരു വീഡിയോ ഉപയോഗപ്പെട്ട് എന്ന് തന്നെ കരുതാണ്. അങ്ങനെയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക, എന്നാൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതിൽ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്കും ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയറും ഒക്കെയാണ് നമ്മുടെ ഇന്ധനം, അറിയാലോ. അപ്പോൾ ഒന്നിങ്ങനെ കൈ കൊടുത്തേ. അടുത്ത വീട് വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം. വില എത്ര ഡേ? പ്രൈസ് പറയാൻ വിട്ടു അല്ലേ? iQube 1,24,760 രൂപയാണ് നമ്മുടെ കേരളത്തിലെ ഓൺ റോഡ് പ്രൈസ്. കൂടാതെ iQube S-ന് 1,30,933 രൂപയും. ഫെയിം 2 സബ്സിഡി കുറച്ചിട്ടാണത്. ഏകദേശം 51,000 രൂപയോളം ഫെയിം 2 സബ്സിഡി കുറയ്ക്കുന്നുണ്ട്. അതില്ലായിരുന്നെങ്കിൽ 1,81,933 രൂപയായനെ. ശരി.